ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എടുക്കാനുള്ള മടിയും മേടിച്ചാനുള്ള മടിയൊക്കെ കൊണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഉണ്ണിയപ്പം വീഡിയോ ആണ് കേട്ടോ. വിഷുവിന് കുറച്ച് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചേ ഉണ്ടാക്കിയതുള്ളൂ. അപ്പോൾ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊരു കൊതി. അപ്പോൾ വിഷു കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ തലേന്ന് ഞാൻ കുറച്ചുകൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കി കേട്ടോ. അതാണ് ഈ ഒരു ഉണ്ണിയപ്പം കഥ. അപ്പോൾ ഞാനിതാ 1.5 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി അതിൻ്റെ അളവ് കുറക്കണം എന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് എടുത്താൽ മതിയാവും. പിന്നെ അതും ചേർത്ത് ശർക്കര പാനി, പിന്നെ ഒരു 3 റോബസ്റ്റ പഴം കൂടി അരച്ച് ചേർത്തിട്ട് ഒരു 10 മണിയാകുമ്പോഴൊക്കെ ഞാൻ വെച്ചു കേട്ടോ. പിന്നെ രാത്രി ഒരു 7 മണിക്കൊക്കെയാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നു. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഏട്ടനിതാ പുല്ല് മുറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കിച്ചൺ സൈഡിലൊക്കെ നന്നായിട്ട് പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ഇന്ന് ഉച്ചവരെയല്ലേ ജോലിയുള്ളൂ ഏട്ടന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനിതാ പുല്ല് മുറിക്കുന്നുണ്ട്. ദേവൂട്ടി അവിടുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് കേട്ടോ. കുറേ നേരമായി ഫ്ലവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിച്ചെന്നാണ് കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങാക്കൊത്തൊക്കെ ഏട്ടൻ മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തേങ്ങാക്കൊത്ത് മുറിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഏട്ടനതൊന്നും മുറിച്ച് തന്നിട്ടുണ്ട്. ഏട്ടനാകുമ്പോൾ ചെറുങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് തരും കേട്ടോ. അപ്പോൾ നെയ്യ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത്രയും വറുക്കണമെങ്കിൽ കുറേ നെയ്യ് വേണമല്ലോ. നെയ്യാണ് ഞാൻ ഉണ്ടാക്കിയതൊക്കെ തീർന്നു. അപ്പോൾ അത്രയും നെയ്യ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഓയിലും ചേർത്ത് ഒരു മണത്തിന് ഇത്തിരി നെയ്യും കൂടെ ചേർത്തിട്ട് ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് എണ്ണയും ചേർത്ത് ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടനാട്ടോ വറുത്തിട്ട് എനിക്ക് അതിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി കുറച്ച് എള്ളും കൂടെ ചേർത്ത് നമ്മുടെ ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തണുപ്പാണല്ലോ, കൂടുതൽ ചൂടില്ലാത്തതുകൊണ്ട് തന്നെ അത് നല്ലപോലെ പൊന്തിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം പൊങ്ങണ്ടല്ലോ, നമ്മൾ ഇഡ്ലിക്കും ദോശക്കും ഉണ്ടാക്കുന്ന പോലെയല്ല. അധികം ഒന്ന് പൊങ്ങണ്ട, കുറച്ചൊരു ഇതായിട്ടും വന്നാൽ മതി. അധികം കട്ടിയാവാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം ഒന്ന് പൊന്തി വന്നാൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് ഏലക്കായ ചേർത്തു. ഏലക്കായും പഞ്ചസാരയും കൂടെ ഞാൻ മിക്സിയിൽ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ എള്ള് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എള്ള് വാങ്ങിയിട്ട് അതും ചേർത്തു അതിലേക്ക്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ആ സമയത്ത് എല്ലാം ഒന്ന് നോക്കുക. മധുരമൊക്കെ ഉണ്ടോ എന്ന്. ഞാൻ മധുരം നേരത്തെ രാവിലെ അത് കലക്കി വെക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതിലേക്ക് നമ്മുടെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരം ചേർക്കുമ്പോൾ എപ്പോഴും അതിലേക്ക് ഉപ്പിടണമെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്തു. അപ്പോൾ 1-2 ട്രിപ്പ് ഞാൻ ചുട്ടെടുത്തു. അത് കഴിഞ്ഞ് ദേവൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ദേവൂട്ടിക്ക് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ദേവൂട്ടിക്ക് ഒഴിക്കണം, ദേവൂട്ടിക്ക് അത് എടുക്കണം. ഇതൊക്കെയാണ് ദേവൂട്ടിയുടെ പ്രശ്നം. അപ്പോൾ ഇതാ അച്ഛൻ പിടിച്ചു കൊടുക്കുന്നുണ്ട്, ദേവൂട്ടി അത് എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഏട്ടനുള്ളത് കൊണ്ട് ഞാനും ഏട്ടനും കൂടെ രാത്രി അത് ചുട്ടെടുക്കുന്നുണ്ട്. സാറ്റർഡേ ആകുമ്പം കിച്ചണിൽ ഏട്ടൻ നിൽക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ പിന്നെ ജോലി കഴിഞ്ഞ് ലേറ്റ് ആകത്തില്ലേ, ബാക്കിയുള്ള ദിവസം ഉണ്ട്. പക്ഷേ സാറ്റർഡേ കിച്ചൺ ഡ്യൂട്ടി ഏട്ടനാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കുന്നത് ഏട്ടനാണ്. അപ്പോൾ സാറ്റർഡേ ഫുഡ് അപ്പുറത്ത് ഏകദേശം നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാറായിട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ദേവൂട്ടി രണ്ടാമതും അത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവത്തില്ല. കാര്യം എണ്ണയിൽ അത് ഒഴിക്കുന്നതല്ലേ. അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ വിടുന്നവരെ അവൾ പുറത്ത് തന്നെ കൂടിയിരിക്കും കേട്ടോ. കാസ്ട്രോളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു. നിങ്ങളൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ ഇങ്ങനെയാണോ ഉണ്ടാവാറ്? എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കാണാൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നമുക്ക് നാളെ കാണാം.